ഹലോ, ആരാ? ഞാൻ വിചാരിച്ചു ഇവിടെ ആരും കാണത്തില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ചാടി ഓടിയൊക്കെ വന്നത്. അല്ല, ആരാ മനസ്സിലായില്ല. ഞാൻ ആനപ്പാപ്പനാണ്. ആനപ്പാപ്പനാ പേര്? ഷാജി പാപ്പൻ. ആനപ്പാപ്പാനെന്ന ഷാജി പാപ്പൻ. അതെ പക്ഷെ അതൊരു സിനിമ ക്യാരക്ടറിന്റെ പേരല്ലേ? അതെ അതെ. അപ്പൊ ഈ പേര് വിട്ടോണ്ട് ചേട്ടൻ പോയ പോലെ സിനിമയിൽ അഭിനയിച്ചൂടെ? നിർത്തിയതല്ലേ സിനിമ അഭിനയം? ഓ, അഭിനയിക്ക പിന്നെ സിനിമയിലായിരുന്നു ഞാൻ, പിന്നെ അത് വേണ്ടെന്ന് വെച്ചല്ലേ. ശരിക്കും ശരിക്കും പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ കണ്ടിട്ടില്ല ഞാനും സിനിമയിൽ. കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വിശ്വാസമല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് അമര സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഞാൻ നിർത്തുന്നത്. അമര സിനിമയിൽ? അമര സിനിമയിൽ. ഓ, എന്താ കാര്യം? അത് ഞാൻ ഈ കടൽ തീരത്താണല്ലോ കൂടുതൽ സീനുകൾ. കടൽ തീരത്ത് ഞാനും നമ്മുടെ ഡയറക്ടർ ഭരതൻ, ആ. പിന്നെ അശോകൻ, ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭരൻ സാർ ഇരിക്കുന്നു, ഇവിടെ അശോകൻ, ഇടയ്ക്ക് ഞാൻ. അപ്പോൾ അടുത്ത സീനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് സംസാരിച്ചു, ഭരൻ സാർ സംസാരിച്ചു. അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഉൾക്കടലിൽ പോയി ഒരു കൊമ്പനെ പിടിക്കണം. കൊമ്പൻ എന്ന് കേട്ടപ്പോൾ എനിക്ക് ആനയുടെ ഓർമ്മ വന്നു. ഞാൻ ഹോ ഒന്ന് വെച്ച്, ഇത് അശോകന് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അശോകൻ ഹോ എന്നോട് ഇങ്ങോട്ട്. അപ്പൊ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട്. അപ്പൊ അശോകന് സൂചിച്ചില്ല. അശോകൻ ഒരു 4 എണ്ണം ഇങ്ങോട്ട്, ഞാൻ ഒരു 8 എണ്ണം അങ്ങോട്ട്, അതിനൊരു 16 എണ്ണം ഇങ്ങോട്ട്, അങ്ങനെ അങ്ങോട്ട് വെച്ച് ഒരു ഈ ബഹളം അങ്ങ് കൂടി. നാട്ടുകാരെല്ലാം ഓടിക്കൂടി. നാട്ടുകാർ കൂടി ഇത് പോട്ടെ, അവിടുത്തെ പട്ടികളെല്ലാം ഇത് കയറ്റി പിടിച്ച്. പിന്നെ പട്ടികളെല്ലാം അങ്ങനെ ഹോ 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 നമ്മുടെ 4 സൈഡിൽ നിന്ന് ഓടിക്കേറി വന്ന് എൻ്റെ പൊന്നു. അവിടെ പിന്നെ ഷൂട്ടും നടന്നില്ല, 4 പാടും ജനങ്ങൾ ഓടുകയാണ്. ആ കൂട്ടത്തിൽ ഞാനും ഓടി ഇങ്ങി പോകുന്നു. പറഞ്ഞു വിട്ടതല്ല, ഞാനിങ്ങി പോകുന്നു. അങ്ങനെ ഞാൻ അഭിനയം നടത്തുന്നു. പറഞ്ഞു വിട്ടാലോ? മനസ്സിലായി. അല്ലല്ല മനസ്സിലായി. ഈ അശോകൻ ചേട്ടൻ പിന്നെ കാണാറുണ്ടോ? ആ, ഇടയ്ക്ക് കാണും. ആണോ? അശോകൻ ഇങ്ങനെ കാറിൽ പോവും, ഞാനിങ്ങനെ ആനയിൽ പോവും. ആനയെ പോവും? ഞാൻ ആനപ്പുറത്ത് ഇങ്ങനെ പോവും. അപ്പൊ എന്നെ കാണുമ്പം അശോകൻ തല ഇങ്ങനെ ഇട്ടിട്ട് അപ്പൊ ഞാൻ ആനപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ നോക്കും. അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. അത് നല്ലതാണ്. ചേട്ടൻ ഒരു ആനപ്പാപ്പനായോണ്ട് ചോദിക്കാം, രാവിലെ ആനക്ക് എന്താ കൊടുക്കുന്നത്? ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഫ്രഞ്ച് കിസ്സം കൊടുക്കും. ഓ, തുമ്പിക്കൈയുടെ അറ്റത്തായിരിക്കും. എവിടെ? തുമ്പിക്കൈയുടെ അറ്റത്തായിരിക്കും. ആ ചോദ്യം അവര് ചോദിച്ചെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു. അത് പോട്ടെ. ചുമ്മാ ഇരുന്ന് വാങ്ങിച്ചു ചേട്ടന്റെ കൂട്ടുക. ആന ചുമ്മാ ഇരുന്ന് വാങ്ങിച്ചു കൂട്ടുക. അത് പോട്ടെ. ഞാൻ അടുത്ത കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ ആന മതമുള്ള ആനയാണോ? എന്താ മതമുള്ള ആനയാണോ? ഇല്ല, ഞാൻ ഒരു അനാഥാലയത്തിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ്. മതവുമില്ല, ജാതിയില്ല, ഒന്നുമില്ല, കുടുംബം ഒന്നുമില്ല. അതൊക്കെ പോട്ടെ. ഈ മതപ്പാടുണ്ടായാലും എങ്ങനെ തിരിച്ചറിയുന്നത്? അത് അത് നല്ല ചോദ്യം. അത് നല്ല ചോദ്യം കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഘട്ടമായിട്ടാണ് ഈ മതം ഇളകുന്നത്. നമുക്കത് പെട്ടെന്ന് പിടിച്ച് തുടക്കത്തിലേ നമുക്ക് അറിയാൻ 1ാമത്തെ ഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. അത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അത് ഘട്ടങ്ങൾ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ സിനിമാക്കാരായതുകൊണ്ട് ഞാൻ സിനിമാ രീതിയിൽ പറഞ്ഞു തരാം. ഈ മതം ഇളകുമ്പോൾ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ KP ഉമാറില്ലേ, മോളെ ശോഭേ, അതുപോലെ കണ്ണൊന്നും തള്ളു ആനയുടെ. അതിൽ നമുക്ക് പിടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ഘട്ടം എന്ന് ജയന്റെ ഘട്ടമാണ്. അങ്ങനെ മസില് പിടിച്ച് പെരിപ്പിച്ചിട്ട് നിപ്പ് നിൽക്കും, കുതിരയെ തടകാൻ പോകുന്ന പോലെ. സത്യം അതിലും മനസ്സിലാക്കണം. അതിലും മനസ്സിലാക്കില്ലേ പിന്നെ ഭരത് ഗോപിയുടെ സ്റ്റൈലാണ്. തിരിഞ്ഞില്ലേ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിട്ടു. അപ്പോഴും നമുക്ക് പിടി കിട്ടിയില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. പിന്നെ നമ്മുടെ ബാലകനാരുടെ കണക്കാണ്, കേറി അങ്ങ് മേയും. അപ്പോഴും അപ്പോഴും മനസ്സിലാകാത്ത കാലന്മാര് പിന്നെ മനസ്സിലാക്കുന്നത് ഞങ്ങളെ പോലുള്ള പാപ്പാമാരെ കൊമ്പി കുരുത്തി ഇങ്ങനെ ആട്ടും. അപ്പൊ മനസ്സിലാക്കണം ആനക്ക് മതം ഇളകി. അല്ല ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ആനപ്പാപ്പന്മാർക്ക് ഒരുപാട് പ്രണയങ്ങളൊക്കെ ഉണ്ടാവും കേട്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ വല്ല? ശരിയല്ലേ? എനിക്ക് ഉണ്ടായിരുന്നു. ആനയുടെ ബാല് തീർന്നു, പ്രേമവും തീർന്നു. പിന്നെ ആനപാലിന് വേണ്ടിയല്ലേ എവളുമാരൊക്കെ നമ്മളെ മണിയടിച്ച് വരുന്നത്. അത് തീർന്ന് നമ്മുടെ ആനക്ക് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇല്ല. രോമം നോക്കിയിട്ടാണ് പ്രേമിക്കാൻ വരുന്നത്. നിങ്ങൾ പുരുഷന്മാർ ഈ ആനയെ നോട്ടം അങ്ങോട്ട് കൈയടക്കി വെച്ചിരിക്കുകയാണ്. എന്താ സ്ത്രീകൾ ഈ രംഗത്തേക്ക് അധികം കടന്നു വരാം? അതിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ എന്നെ വിളിക്കുന്നതാണ് ആനപ്പാപ്പാൻ. ഒരു പെണ്ണ് വന്നെങ്കിലോ ആനപ്പാപ്പി. അതിന് മോശം. ആന പാപ്പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ചേരും. അതുകൊണ്ടാണ് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇതിനായിട്ട് ഇങ്ങനെ കടന്നു വരാത്തത്. അത് ഈ ആന എപ്പോഴും ഈ ഉത്സവ പറമ്പിലേ
എപ്പോ നോക്കിയാലും എപ്പോ ഏത് ഉത്സവ പറമ്പിൽ ചെന്നാലും ഈ ആന ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്നതാണ്. കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് കണ്ണീര്. കണ്ണീന്ന് വെള്ളം ഒഴുകുന്നു. നല്ല ചോദ്യം, അതെന്താ നല്ല ചോദ്യം. എന്താ വിവരിച്ചു തരാം. അതായത് ഈ ആന ഉത്സവത്തിന് ഇങ്ങനെ നെറ്റിപ്പട്ടം മാത്രമല്ലേ ഉള്ളൂ, അത് വെച്ച് ഇങ്ങനെ കൊണ്ട് നിൽക്കും. അപ്പൊ അതങ്ങനെ നോക്കുമ്പം പുതിയ സാരി ഉടുത്ത് സ്ത്രീകൾ വരുന്നു, പട്ടുപാവാട ഉടുത്ത് ഉടുപ്പ് ഇട്ട് പെൺപിള്ളേർ വരുന്നു, ജീൻസ് ഷർട്ട് ഇട്ടിട്ട് ഈ പയ്യന്മാരൊക്കെ നല്ല അടിപൊളി പുതിയ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഈ ആന മാത്രം ഉടുതുണിയില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിനൊരു വിഷമം. അതുകൊണ്ട് അത് കരയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ഇങ്ങനെ ആള് കൂടുന്നിടത്ത് ഇങ്ങനെ നിന്ന് നോക്കണം. അപ്പൊ അറിയാം കണ്ണീര് വരുമോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അറിയാം. സത്യമല്ലേ അമ്മ? സത്യം. ആ പിന്നെന്താണ് എന്താ വന്ന കാര്യം? വന്ന കാര്യം ഇപ്പൊ ഉത്സവ സീസൺ ഒക്കെ തീർന്നു. സീസൺ അങ്ങോട്ട് തീർന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ഇടക്കാല ആശ്വാസം വേണമല്ലോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലോറൊന്ന് തൂത്തോ അല്ലെങ്കിൽ ആഹാരം ഒന്ന് എടുത്ത് കൊടുത്തോ ഒക്കെ എങ്ങനെ ഇവിടെ നിന്നാൽ സീസൺ വരെ ഒന്ന് പിടിച്ച് നിൽക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ പ്രൊഡ്യൂസറിനെ കാണാൻ വന്നതാണ്. പ്രൊഡ്യൂസറിനെ കാണാൻ വന്നത്. നടക്കൂല. അതെന്താ? പ്രൊഡ്യൂസർ ഭയങ്കര കലിപ്പാണ്, പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് കിട്ടാൻ മാർഗമില്ല. ഇല്ല, അത് കുഴപ്പമില്ല. എന്താണ്? ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് ഇങ്ങനെ കമ്പനിയുള്ള ഒരാളുമായിട്ട് അദ്ദേഹം പറഞ്ഞ കേൾക്കുന്ന ഒരാളുമായിട്ട് കത്തുമായിട്ടാണ് ഞാൻ വന്നത്. അത് കത്ത് നോക്കിയോ? അതെ, ഹലോ, ആ കത്ത് നോക്കിയോ? ഞാൻ കത്തുമായിട്ടാണ്. കുഴപ്പമില്ല. പുള്ളി ഭയങ്കര സെക്കാണ്, കിട്ടുമെന്ന് തോന്നുന്നില്ല. അയ്യോ ഇല്ല, ഈ കത്ത് വായിച്ചാൽ തരും. അദ്ദേഹത്തോട് അത്രയ്ക്ക് അതാകട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഭയങ്കര ബഹളം കേട്ടല്ലോ. അയ്യോ അതൊന്നും ഒരു ഫോർച്യൂണറുകാരൻ എന്തുവാന്ന് എനിക്കറിയത്തില്ല. അയാൾ എന്തൊരു സ്വഭാവം എനിക്കറിയത്തില്ല. എന്താ പറ്റി? ഞാനും അയാൾ ഒന്ന് ഉരസി. നമ്മൾ ആനയായിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വരികയായിരുന്നു. അപ്പൊ അയാൾ തലയിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ആനപ്പുറത്ത് കയറിയാൽ നീ രാജാവാണെന്നാണ് നിന്റെ വിചാരം? റാസ്കൽ പന്ന പട്ടി എന്നൊരു വിളി. ചുമ്മാ ദേഷ്യത്തിൽ വിളിച്ചപ്പോ എന്റെ ആന സഹിക്കൂ. എന്നെ ദേഷ്യത്തിൽ സംസാരിച്ച ഭയങ്കര സാധനമാണ്. അവനെന്ത് ചെയ്യുന്നറിയോ? അവന്റെ കാലെടുത്ത് ആ ബോണറ്റിലൂടെ ഒന്ന് വെച്ചു. പിന്നെ ചില്ല് പൊട്ടിയെന്നോ അയാളുടെ 3 വയസ്സുള്ള പയ്യൻ പ്രിന്റ് ചെയ്തത് അവന്റെ കണ്ണിൽ കണ്ണാടി ചില്ല് കയറിയെന്നോ ഒക്കെ പറഞ്ഞൊരു പ്രശ്നമാണ്. ഞാനേ അയാളുടെ ഒരു വലിയ പ്രശ്നമില്ല, മതം പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഊരി പോരാല്ലോ. ഞാൻ പെട്ടെന്ന് കയറി ഞാനിങ്ങി പോകും. ആനപ്പുറത്തിരിക്കുന്നതുകൊണ്ട് അവരിറങ്ങി വന്നൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഞാൻ കയറി പോകും. അതെന്തായാലും കാര്യമായി. എന്റെ ഒരു ദേഷ്യം അവന് ഇഷ്ടമല്ല കേട്ടോ. അതൊന്നും അയ്യോ കത്ത് കയറാതെ എനിക്കിവിടെ കൊടുക്കാനുള്ള കത്താന്ന്. അയ്യോ എന്റെ വയറ്റ് തടിക്കാതെ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത്? ഒരു പണിയാണോ? തന്റെ ആന ചവിട്ടി ആരുടെ കാറിലാന്നറിയോ? ആരുടെ? ഇതിന്റെ പ്രൊഡ്യൂസറുടെ. അങ്ങയുടെ കൊച്ചുമാന്റെ കണ്ണിലാണ് ഈ കുപ്പിച്ചില് കൊണ്ട് കയറിയത്. മനസ്സിലായ? നീ തനിക്ക് എവിടെ ജോലി കിട്ടാനാണ്? അപ്പൊ പോവല്ലേ? നിന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യം കിട്ടും, ജോലി കിട്ടും. ഇല്ല, ഉറപ്പായി. അല്ല പുറത്തേക്ക് ആ സെക്യൂരിറ്റി